ഉത്തര കൊറിയയുടെ കാർബൺ ഫൈബർ വിപ്ലവവും അമേരിക്കയുടെ ആശങ്കയും. ലോകം പശ്ചിമേഷ്യയിലെ യുദ്ധത്തിലേക്ക് കണ്ണുനട്ടിരിക്കുമ്പോൾ കിഴക്കൻ ഏഷ്യയുടെ ആകാശത്ത് മറ്റൊരു മഹാശക്തി തങ്ങളുടെ പല്ലും നഖവും മൂർച്ച കൂട്ടുകയാണ്. ഞങ്ങൾ സജ്ജമാണ് എന്ന ഒറ്റ വാക്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ഉത്തര കൊറിയ നൽകുന്ന മറുപടി വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് അത് അത്യാധുനികമായ ആയുധ സാങ്കേതിക വിദ്യയുടെ കരുത്തുകൂടിയാണ്. ഉത്തര കൊറിയയുടെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടെന്നത് പഴയ വാർത്തയാണ്. എന്നാൽ ഇപ്പോൾ ലോകത്തെ ഞെട്ടിക്കുന്നത് അവരുടെ കാർബൺ ഫൈബർ ബോംബുകളുടെ പരീക്ഷണമാണ്. ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഒരു വൻ നഗരത്തെ ഇരുട്ടിലാക്കാൻ ശേഷിയുള്ള ഈ ആയുധം പെന്റഗണിന്റെ ഉറക്കം കെടുത്തുകയാണ്. എന്താണ് കാർബൺ ഫൈബർ ബോംബ്? നിശബ്ദനായ കൊലയാളി എന്നാണ് ഇവനെ വിളിക്കപ്പെടുന്നത്. യുദ്ധം എന്നാൽ ബോംബുകൾ പൊട്ടുന്നതും കെട്ടിടങ്ങൾ തകരുന്നതുമാണ് എന്ന പഴയ സങ്കല്പങ്ങളെ തിരുത്തിക്കുറിക്കുകയാണ് കിം ജോങ് ഉന്നിന്റെ പുതിയ തന്ത്രം. കാർബൺ ഫൈബർ ബോംബുകൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് ബോംബുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവ ഒരു നഗരത്തിന് മുകളിൽ പൊട്ടിത്തെറിക്കുമ്പോൾ സംഭവിക്കുന്നത് ഭീകരമായ മാറ്റമാണ്. ആയിരക്കണക്കിന് സൂക്ഷ്മമായ കാർബൺ നാരുകൾ അന്തരീക്ഷത്തിലേക്ക് പടരുകയും അവ വൈദ്യുതി ലൈനുകളിലും ട്രാൻസ്ഫോർമറുകളിലും പതിക്കുകയും ചെയ്യുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ആ നഗരത്തിലെ മുഴുവൻ പവർ ഗ്രിഡുകളും ഷോർട്ട് സർക്യൂട്ടായി തകരും. ആശുപത്രികൾ, കമ്മ്യൂണിക്കേഷൻ ടവറുകൾ, സൈനിക കമാൻഡ് സെന്ററുകൾ എന്നിവയെല്ലാം നിശ്ചലമാകും. ഒരു വെടിയുണ്ട പോലും ഉപയോഗിക്കാതെ അമേരിക്കയുടെ ഏത് അത്യാധുനിക സൈനിക താവളത്തെയും നിശബ്ദമാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഉത്തര കൊറിയ ഇതിലൂടെ തെളിയിക്കുന്നു. അമേരിക്കയും ദക്ഷിണ കൊറിയയും ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഉത്തര കൊറിയ ഈ പരീക്ഷണം നടത്തിയത്. പസഫിക് മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യം തങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് കരുതുന്ന കിം ജോങ് ഉൻ വാഷിംഗ്ടണിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. നിങ്ങളുടെ വിമാനവാഹിനികളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ വൈദ്യുതി വേണം. ആ വൈദ്യുത ബന്ധം വിച്ഛേദിക്കാൻ ഞങ്ങൾക്ക് സെക്കൻഡുകൾ മതി. അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വത്തെ അവരുടെ തന്നെ ബലഹീനതയാക്കി മാറ്റുന്ന തന്ത്രമാണ് ഉത്തര കൊറിയ ഇവിടെ പയറ്റുന്നത്. ഇലക്ട്രോണിക് സംവിധാനങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന പാശ്ചാത്യ സൈന്യത്തിന് മുന്നിൽ ഇത് വലിയൊരു വെല്ലുവിളിയാണ്. ഈ പുതിയ ആയുധ പരീക്ഷണങ്ങൾക്ക് പിന്നിൽ റഷ്യയുടെയും ചൈനയുടെയും അദൃശ്യമായ പിന്തുണ ഉണ്ട് എന്നാണ് പരസ്യമായ രഹസ്യം. യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൈനിക ബന്ധം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യകൾക്ക് പകരമായി റഷ്യയ്ക്ക് ആവശ്യമായ പീരങ്കി ഉണ്ടകളും ഡ്രോണുകളും നൽകുന്നത് ഉത്തര കൊറിയയാണ്. ഈ കൂട്ടുകെട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ്. ഏഷ്യ പസഫിക് മേഖലയിൽ അമേരിക്കയെ തളച്ചിടാൻ ഉത്തര കൊറിയയെ ഒരു കവചമായി ഉപയോഗിക്കുകയാണ് ഈ ശക്തികൾ ഇവിടെ ചെയ്യുന്നത്. ഇറാൻ അനുകൂല അച്ചുതണ്ട് പശ്ചിമേഷ്യയിൽ നടത്തുന്നതിന് സമാനമായ ഒരു പ്രതിരോധമാണ് പസഫിക് മേഖലയിൽ ഉത്തര കൊറിയ തീർത്തിരിക്കുന്നത്. കിം ജോങ് ഉന്നിന്റെ മാസ്റ്റർ പ്ലാൻ നെതന്യാഹുവിനെ പോലെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയല്ല. കിം ജോങ് ഉൻ യുദ്ധസജ്ജമാകുന്നത് തന്റെ രാജ്യത്തിന്റെ പരമാധികാരവും നിലനിൽപ്പും ഉറപ്പാക്കാനാണ്. ഉപരോധങ്ങൾ കൊണ്ട് ഉത്തര കൊറിയയെ തകർക്കാമെന്ന് കരുതിയ അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ പാടെ തെറ്റിയിരിക്കുന്നു. ഭക്ഷണത്തിനും ഇന്ധനത്തിനും ക്ഷാമമുണ്ടെങ്കിലും ആയുധ സാങ്കേതിക വിദ്യയിൽ അവർ കൈവരിച്ച നേട്ടം അവിശ്വസനീയമാണ്. കാർബൺ ഫൈബർ ബോംബുകൾക്കൊപ്പം ഹൈപ്പർസോണിക് മിസൈലുകളും അവർ വികസിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിനർത്ഥം അമേരിക്കയുടെ ഏത് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും മറികടന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഉത്തര കൊറിയയ്ക്ക് ഇന്ന് സാധിക്കുമെന്നാണ്. ഉത്തര കൊറിയയുടെ സൈനിക പരീക്ഷണശാലകളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ വെറുമൊരു മിസൈൽ വിക്ഷേപണത്തിന്റെ കണക്കുകളല്ല, മറിച്ച് ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ സമ്പൂർണ്ണ പരിവർത്തനത്തിന്റെ അടയാളമാണ്. കാർബൺ ഫൈബർ ബോംബുകൾ, ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് ആയുധങ്ങൾ, മാരകമായ ക്ലസ്റ്റർ വാർഹെഡുകൾ എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഉത്തര കൊറിയയുടെ പുതിയ പരീക്ഷണങ്ങൾ ആഗോള പ്രതിരോധ ഭൂപടത്തിൽ വലിയൊരു വിറയൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. പടിഞ്ഞാറൻ ശക്തികൾ തങ്ങളുടെ സാങ്കേതിക മേധാവിത്വത്തിൽ അഭിരമിക്കുമ്പോൾ ആ സാങ്കേതിക വിദ്യയുടെ കടക്കൽ കത്തിവെക്കുന്ന തരത്തിലുള്ള അസിമെട്രിക് വാർഫെയർ അഥവാ അസമാനമായ യുദ്ധമുറകളിലേക്കാണ് കിം ജോങ് ഉൻ ചുവടുവെക്കുന്നത്. ഈ പരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രഹരശേഷിയുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് ആയുധങ്ങളാണ്. ഒരു ആറ്റം ബോംബ് നൽകുന്ന ശാരീരിക ആഘാതത്തെക്കാൾ മാരകമായിരിക്കും ഒരു EMP ആക്രമണം ആധുനിക ലോകത്തിന് ഏൽപ്പിക്കുക. ഉയർന്ന അന്തരീക്ഷത്തിൽ ഇത്തരം ഒരു ബോംബ് പൊട്ടിത്തെറിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു വൻകരയിലെ മുഴുവൻ ഡിജിറ്റൽ സംവിധാനങ്ങളും കത്തിയമരും. സ്മാർട്ട് ഫോണുകൾ മുതൽ സൈനിക റഡാറുകൾ വരെയും ബാങ്കിംഗ് ശൃംഖലകൾ മുതൽ വൈദ്യുത ഗ്രിഡുകൾ വരെയും നിശ്ചലമാകുന്നതോടെ ഒരു രാജ്യം നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് തള്ളപ്പെടും. അമേരിക്കയുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡ് പോലും ഇത്തരം ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾക്ക് മുന്നിൽ വെറും നോക്കുകുത്തിയാകുമെന്നതാണ് വാഷിംഗ്ടണിനെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന പ്രധാന ഘടകം. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നാണ് ഉത്തര കൊറിയ വികസിപ്പിച്ചെടുത്ത ക്ലസ്റ്റർ വാർഹെഡ് സാങ്കേതിക വിദ്യ. ഒരു മിസൈൽ വിക്ഷേപിക്കുമ്പോൾ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് തൊട്ടു മുൻപ് നൂറുകണക്കിന് ചെറിയ ബോംബുകളായി വിഘടിക്കുകയും ഒരു വലിയ പ്രദേശം ഒരേ സമയം ചാമ്പലാവുകയും ചെയ്യുന്നു.
റഡാറുകൾക്ക് ഒരു മിസൈലിനെ തടയാൻ കഴിഞ്ഞേക്കാം, എന്നാൽ ഒരേ സമയം പാഞ്ഞു വരുന്ന 100 കണക്കിന് ലഘു ബോംബുകളെ പ്രതിരോധിക്കുക എന്നത് അസാധ്യമാണ്. സൈനിക താവളങ്ങളെയും വിമാനത്താവളങ്ങളെയും നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ പ്രാപ്തിയുള്ളവയാണ് ഇവ. കാർബൺ ഫൈബർ ബോംബുകൾ നൽകുന്ന ബ്ലാക്ക് ഔട്ട് ആഘാതത്തിനൊപ്പം ക്ലസ്റ്റർ വാർഹെഡുകൾ കൂടി ചേരുമ്പോൾ ഉത്തര കൊറിയയുടെ ആക്രമണങ്ങൾ തടുക്കാനാവാത്ത ഒന്നായി മാറുകയാണ്. സൈനിക നടപടികളിൽ നിന്ന് രാഷ്ട്രീയ നേട്ടത്തിലേക്ക് മാറാൻ കഴിയാത്ത ഇസ്രായേലിനെ പോലെയല്ല ഉത്തര കൊറിയ ഈ ആയുധങ്ങളെ കാണുന്നത്. അവർക്ക് ഇതൊരു രാഷ്ട്രീയ വിലപേശൽ ഉപാധിയാണ്. തങ്ങളുടെ ആയുധപ്പുരയിൽ ഈ 3 സാങ്കേതിക വിദ്യകളും ഒത്തുചേരുമ്പോൾ പസഫിക് മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ഓരോന്നും ഉത്തര കൊറിയയുടെ നിരീക്ഷണ വലയത്തിലാകുന്നു. അമേരിക്കൻ ഉപരോധങ്ങൾ തങ്ങളെ തളർത്തില്ല എന്നും മറിച്ച് കൂടുതൽ അപകടകാരികളായ ആയുധങ്ങളെ നിർമ്മിക്കാൻ തങ്ങളെ ഇത് പ്രേരിപ്പിക്കുകയാണ് എന്നുമാണ് കിം ജോങ് ഉൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് സാങ്കേതിക വിദ്യയുടെ മാത്രം യുദ്ധമല്ല, മറിച്ച് മാനസികമായ ഒരു യുദ്ധം കൂടിയാണ്. ശത്രുവിന്റെ കണ്ണും കാതും കെട്ടിക്കളയുന്ന ആയുധങ്ങൾ കയ്യിലുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ അമേരിക്കയുടെ സൈനിക അഭ്യാസങ്ങളെ വെറും പ്രഹസനങ്ങളാക്കി മാറ്റാൻ ഉത്തര കൊറിയയ്ക്ക് സാധിച്ചു. കാർബൺ ഫൈബറുകൾ വൈദ്യുതി ഗ്രിഡുകളെ തകർക്കുമ്പോൾ EMP തരംഗങ്ങൾ ആശയവിനിമയത്തെ തളർത്തുകയും ക്ലസ്റ്റർ ബോംബുകൾ ഭൂതലത്തിൽ നാശം വിതയ്ക്കുകയും ചെയ്യുന്ന ഒരു ഭീതിദായകമായ യുദ്ധ സാഹചര്യമാണ് ഉത്തര കൊറിയ ഇവിടെ വിഭാവനം ചെയ്യുന്നത്. ഈ പുതിയ ആയുധ പരീക്ഷണങ്ങൾ നൽകുന്ന സന്ദേശം വ്യക്തമാണ്. പശ്ചിമേഷ്യയിലെ ചതുരംഗ കളത്തിൽ അമേരിക്ക ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കിഴക്കൻ ഏഷ്യയിൽ മറ്റൊരു വൻ ശക്തി തങ്ങളുടെ സർവ്വസന്നാഹങ്ങളുമായി വേട്ടയ്ക്ക് തയ്യാറെടുത്ത് കാത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. നയതന്ത്ര മേശകളിൽ അമേരിക്ക പറയുന്ന നിബന്ധനകൾ ഇനി ഉത്തര കൊറിയയുടെ കാര്യത്തിൽ വിലപ്പോകില്ല എന്നതിന്റെ അന്തിമ പ്രഖ്യാപനമാണ് ഈ പരീക്ഷണങ്ങൾ. കാർബൺ ഫൈബർ ബോംബ് പരീക്ഷണം കേവലം ഒരു സൈനിക അഭ്യാസമല്ല, അത് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥ മാറുന്നു എന്നതിന്റെ സൂചനയാണ്. അമേരിക്കയുടെ ഏകധ്രുവ ലോകം അവസാനിക്കുകയാണ് എന്നും ഏഷ്യയിൽ പുതിയൊരു ശക്തി കേന്ദ്രം ഉദിച്ചു വരുന്നു എന്നും ലോകം തിരിച്ചറിയുന്നു. ചർച്ചകൾക്കും നയതന്ത്രത്തിനും അപ്പുറം കരുത്തുകാട്ടി മാത്രമേ അമേരിക്കയെ നിലയ്ക്കു നിർത്താൻ കഴിയൂ എന്ന് ഇറാനെ പോലെ ഉത്തര കൊറിയയും വിശ്വസിക്കുന്നു. അത് ഉത്തര കൊറിയ ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട്. ഇറാന്റെ കാര്യത്തിൽ ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് അമേരിക്കയ്ക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ അമേരിക്ക ഈ കളിക്ക് നിൽക്കില്ലായിരുന്നുവെന്ന് കിം ജോങ് ഉൻ പറഞ്ഞത് ഇത് മനസ്സിൽ കണ്ടു തന്നെയാണ്. ആകാശത്ത് പരീക്ഷിച്ച ആ കറുത്ത നാരുകൾ നാളെ അമേരിക്കൻ താവളങ്ങളിലെ വെളിച്ചം കെടുത്തുമ്പോൾ ലോകം മറ്റൊരു പുതിയ യുദ്ധക്രമത്തിലേക്ക് ഉണരും. ഞങ്ങൾ സജ്ജമാണ് എന്ന ആ വാക്കുകൾ വെറുമൊരു മുഴക്കമല്ല, അത് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനു മുൻപുള്ള മുന്നറിയിപ്പാണ്.